നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ സിയോട് തോറ്റത് 2-1. അത് ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും മത്സരത്തിൽ ഹിജാസി മെഹറും വിഷ്ണുവുമാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോളുകൾ നേടിയത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡാനിഷ് ഫാറൂഖിൻ്റെ വകയായിരുന്നു. കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് എവിടെ പിഴച്ചു എന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ കളിയിൽ ടാക്ടിക്സ് കൊണ്ട് ഔട്ട് പ്ലേ ചെയ്യുകയാണ് ഈസ്റ്റ് ബംഗാൾ ചെയ്തത്. അവരുടെ കോച്ച് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കളിക്കളത്തിൽ നടപ്പാക്കിയത് എന്ന് വേണം കരുതാൻ. അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു മികവും നമ്മൾ കണ്ടതേയില്ല. ഇപ്പോൾ ഈ കളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് സെലീസിനെ വെച്ചുകൊണ്ട് കഴിഞ്ഞ കളിയിൽ ഈസ്റ്റ് ബംഗാൾ കളിച്ചത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുമാർ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ തോന്നിപ്പോയി. കാരണം നിരന്തരം ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രകടനം ആ താരത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരികയുണ്ടായി. അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നോഹ് സദോയി വലിയ രൂപത്തിലുള്ള നിരാശയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഒരു പക്ഷേ ഉണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നോഹിനെ അല്ല ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. തൊട്ടതൊക്കെ പിഴക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിനെതിരെ ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കുന്ന ഈസ്റ്റ് ബംഗാൾ അതിലവർ ചിലപ്പോഴൊക്കെ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ജീക്സണാണ് ആ ഒരു പൊസിഷനിൽ കളിച്ചിരുന്നത്. നോക്കുക, നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജീക്സണെ കോച്ച് RB പൊസിഷനിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അത്തരം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന കളിയിൽ നമ്മളതാണ് കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മിഡ്ഫീൽഡറായിട്ടുള്ള അയാൾ തൻ്റെ പൊസിഷൻ മാറി RB ആയിട്ട് കളിക്കുന്നു. എന്നിട്ടും നോഹിനെ പൂട്ടുന്നതിൽ ഒരു പരിധി വരെ അല്ല, ശരിക്കും നോഹിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കുറവായിരുന്നല്ലോ. അതിൽ ജീക്സൺ വിജയിക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിന് അതിൽ വലിയ രൂപത്തിൽ തിരിച്ചടിയുണ്ടാക്കി. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ വിപിനും അതുപോലെ തന്നെ ഫ്രെഡിയും വലിയ രൂപത്തിലുള്ളൊരു പ്രകടനം നടത്തി എന്ന് പറയാൻ പറ്റാത്ത ദിവസമാണ്. അതേസമയം അവരുടെ മധ്യനിരയിൽ കാര്യങ്ങൾ അവർ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യ പകുതി കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ആകെ ഒരു ഒറ്റ ഷോട്ടും ഓൺ ടാർഗറ്റ് പോലുമില്ല. അവിടെ തന്നെ കാര്യമുണ്ടല്ലോ. ബ്ലാസ്റ്റേഴ്സിനെ പിഴച്ചത് അവിടെയൊക്കെയാണ്. വേണ്ട വിധത്തിൽ ഒരു പ്രഷർ എതിരാളികളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതേസമയം ഡിഫൻസ് ഒരു പക്ഷേ പഴയ രൂപത്തിലേക്ക് മാറിപ്പോയോ എന്ന് നമുക്ക് സന്ദേഹമുണ്ടാക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് വന്നത്. അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ആ ഗോൾ പറയുന്നത്. സച്ചിൻ്റെ മിസ്റ്റേക്ക് ഈ കളിയിലും ഉണ്ടായിരുന്നല്ലോ. ആ ഫ്രീ കിക്ക് അദ്ദേഹം കൃത്യമായിട്ട് പിടിച്ചു വെക്കാതെ അദ്ദേഹത്തിൽ നിന്ന് തിരികെ പോകുന്നതും അത് ഈസ്റ്റ് ബംഗാൾ താരങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ്. അത് കഴിഞ്ഞ് അധികം വൈകാതെയാണ് വിഷ്ണുവിൻ്റെ ഗോൾ പിറക്കുന്നത്. അവിടെ ഒരു പക്ഷേ കോർവിനത് തട്ടി അകറ്റാമായിരുന്നു. അദ്ദേഹം റോങ് ഫൂട്ടഡായി പോയതായിരിക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ വൈകി പോയതാവണം. പന്ത് വലയിലേക്ക് എത്തി. ഈസ്റ്റ് ബംഗാൾ ഒരു ഗോളിന് ആദ്യ പകുതിയിൽ മുന്നിലായി. രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ചില ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷേ ഹിജാസി മെഹറിൻ്റെ ഗോളോടുകൂടി ഈസ്റ്റ് ബംഗാൾ വിജയം ഉറപ്പാക്കുകയായിരുന്നു. അവസാനം ഡാനിഷ് ഫാറൂഖ് ഒരു ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്. അവസാന ഘട്ടം വരെ ബ്ലാസ്റ്റേഴ്സ് ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം പതിവിന് വിപരീതമായിട്ട് ഈസ സിമനസിന് ലഭിച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റാതെ പോകുന്ന കാഴ്ച, അദ്ദേഹം ക്രോസ് അടിക്കണോ ഷോട്ട് അടിക്കണോ എന്നൊക്കെ കൺഫ്യൂഷനാകുന്ന അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചയും നമ്മൾ ഈ കളി കണ്ടു. അപ്പോൾ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ കളിയിൽ, ഇപ്പോൾ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ എവിടെയോ നഷ്ടപ്പെട്ടുവോ എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട്. മെൻറ്റാലിറ്റി സംതിങ് മിസ്സിങ് എന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ഈ കളി കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈസ്റ്റ് ബംഗാൾ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ ടാക്ടിക്സ് ഉപയോഗപ്പെടുത്തി അവരത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന കാഴ്ച കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ റഫറിമാരുടെ കാര്യം കൂടി പറയാതെ പോകാൻ വയ്യല്ലോ. റഫറിമാർക്ക് ഇപ്പം പല മത്സരങ്ങളിലും നമ്മൾ കാണുന്നു. അശ്വിനി കുമാറാണ് ഇന്ന് മത്സരം നിയന്ത്രിച്ചിരുന്നത്. കളിയിൽ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടല്ലോ അഡ്രിയാൻ ലൂണയെ പുഷ് ചെയ്ത് തള്ളിയിടുന്നത്. ബോളിലേക്ക് പോലും ആ ഈസ്റ്റ് ബംഗാൾ താരം പോകുന്നില്ല. ഡെഫിനറ്റ്ലി അത് കാർഡാണ്. റഫറി അത് കണ്ടില്ല, മിസ് ചെയ്തു. വേണ്ട, അവസാന ഘട്ടത്തിൽ സന്ദീപിനെ ഫൗൾ ചെയ്യുന്നൊരു കാഴ്ച കണ്ടില്ലേ നിങ്ങൾ? പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ വെച്ചിട്ടായിരുന്നു ഒരു സംഭവം. അതൊരു പക്ഷേ സന്ദീപ് പെനാൽറ്റി ബോക്സിന് പുറത്താണെന്നൊക്കെ വേണമെങ്കിൽ പറയാവും എന്ന് മാത്രം. അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് താരമായിട്ടുള്ള സയാൻ ബാനർജിയാണ് അത്തരത്തിൽ ഫൗൾ ചെയ്യുന്നത്. ബോൾ കിട്ടിയിട്ടേ ഇല്ല അയാൾക്ക്. പൂർണ്ണമായിട്ടും സന്ദീപിനെ കോട്ട് സന്ദീപ് താഴെ വീണു. റഫറി അത് കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ അത് പെനാൽറ്റി അല്ലെന്ന് വെച്ചു, എന്നാൽ പോലും അത് എതിരാളിക്ക് ഒരു കാർഡ് കൊടുക്കേണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ഒരു ഫ്രീ കിക്ക് ആ ഡേഞ്ചർ പൊസിഷനിൽ നിന്ന് ലഭിക്കേണ്ടതുമാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കളിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടി പറയാതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് തോറ്റതെന്നൊന്നും വാദമില്ല. പക്ഷേ അതുകൂടി അവിടെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ പോസിബിൾ കാർഡ്സിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുവർ പെർഫോമൻസ് ആണ് ഈ കളിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ കളിക്ക് ദൂസൻ ലഗാത്തോർ ഉണ്ടായിരുന്നെങ്കിലും മധ്യനിരയിൽ ഒരു പക്ഷേ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തേനെ. അതും ഉണ്ടായില്ല. ഇപ്പോൾ ചില ആരാധകരുടെയൊക്കെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് ഒരു ഫോറിൻ ഡീപ്പ് ലൈൻ പ്ലേ മേക്കറാണ്, അല്ലാതെ ഫോറിൻ വിങ്ങറെ അല്ല എന്ന് പറയുമ്പോൾ നോഹിനെ പോലുള്ളൊരു താരത്തിനെ അല്ല, പകരം ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറെയാണ് ആവശ്യം എന്നുള്ള വാദവും വരുന്നത്. എന്തായാലും ഈ സീസണിലെ പ്ലേ ഓഫ് എന്നുള്ളത് ഇനി വളരെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിൻ്റെ ഒരു സാധ്യത ഓൾമോസ്റ്റ് മങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ കോച്ചുമാരെയൊന്നും വെക്കുന്നില്ല, ഇൻട്രീം കോച്ചുമാർ വെച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് സീസൺ അവസാനിക്കും വരെ പ്ലാൻ എന്നും കേട്ടു. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.